ആരോഗ്യ കേരളം നമ്പർ 1 എന്നാണ് എപ്പോഴും നമ്മുടെ സർക്കാർ പറയുന്നത്. എന്നാൽ ആരോഗ്യ കേരളത്തിൻ്റെ ചില വിശേഷങ്ങളാണ് ഇന്നും ഇന്നലെയായിട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഒരാഴ്ച മുമ്പ് ഞാനും സാറും തന്നെ ഇതേ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം മെഡിക്കൽ കോളേജിൻ്റെ ദുരവസ്ഥ, നരകം എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഒരു ഡോക്ടർ തന്നെ ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വിട്ടിരിക്കുകയാണ്. അല്ല, ഇത് ഒരു ഡോക്ടർ പുറത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ ഇത് വലിയ വാർത്തയായി. അതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി. സാധാരണ അതിൻ്റെ മെഡിക്കൽ കോളേജ് കാമ്പൗണ്ടിനകത്ത് കയറിയിട്ടുള്ളവരെല്ലാം തന്നെ അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പരസ്പരം പറയാറുണ്ട്, വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ആരും കേൾക്കാറില്ല. അതങ്ങ് അന്തരീക്ഷത്തിൽ ലയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരു ഡോക്ടർ ഇട്ട ഫേസ്ബുക്ക് കുറിപ്പാണ് ഏറ്റവും വലിയ വിവാദമായിരിക്കുന്നത്. ഉപകരണങ്ങൾ, അത് യൂറോളജി വിഭാഗം മേധാവിയാണ്. ഉപകരണങ്ങളില്ലാത്ത സ്ഥിതി. ഇത് മന്ത്രിയുടെ ഓഫീസ് പോലും നടുങ്ങിപ്പോയി എന്നുള്ളതാണ്. നടുങ്ങിപ്പോയെന്ന് വെച്ചാൽ ഉള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ഇക്കാര്യത്തെ ഈ ദുരവസ്ഥ വ്യക്തമാക്കിക്കൊണ്ടുള്ള പല ഇതിനു വേണ്ടി കയറി ഇറങ്ങി നടന്ന് ചെരുപ്പ് തേഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ പറഞ്ഞ പരാതിയുടെ ആഴം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അദ്ദേഹം ഇത് മന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. 1 വർഷം മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഉപകരണങ്ങൾ ഇല്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ യൂറോളജി വിഭാഗമാകുമ്പോൾ മറ്റു വിഭാഗങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എടുക്കുകയാണ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. ഇപ്പം ഈ കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയയാണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. ആ ഒരു ഉപകരണം എങ്ങും ഇല്ലാത്ത ഒരവസ്ഥയിലായി. അപ്പോൾ ഇതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ പണമില്ല, ഇത് വാങ്ങാനുള്ള സാമ്പത്തികമില്ല. നിലവിൽ വാങ്ങിയതിന് തുക കൊടുക്കാതെ അവർ അടുത്ത ഉപകരണങ്ങൾ തരൂല, ഈ കമ്പനി തരൂല. അപ്പോൾ ഇത്തരത്തിൽ എത്രയോ മരുന്നുകളുടെ ക്ഷാമം. ഞാൻ സാറുമായിട്ട് ഞാൻ പോയി മെഡിക്കൽ കോളേജിൽ പോയി കിടന്ന ഒരു ദിവസത്തെ അവസ്ഥ ഞാൻ സാറിനോട് പറഞ്ഞു. കിടക്കാൻ, തറയിൽ വിരിച്ച് കിടക്കാൻ പോലും സ്ഥലമില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവിടുത്തെ അവസ്ഥയൊന്നും മനസ്സിലാക്കാമല്ലോ. നമ്മളിതന്ന് പറഞ്ഞ് നമുക്ക് അധികം വ്യൂവേഴ്സോ അല്ലെങ്കിൽ ഞാൻ എന്നും പറയുന്നത് ഇതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഇതിപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു ഡോക്ടർ വന്ന് പറഞ്ഞു. അദ്ദേഹം ആദ്യം പോസ്റ്റ് പിൻവലിച്ചു, കാരണം അത്രമേൽ പ്രഷറുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറയുകയാണ്, മേധാവികൾക്ക്, സർക്കാർ ജോലിയിലിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും വാ തുറന്ന് മിണ്ടാൻ ഭയമാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം നിവർത്തികെട്ട് പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് പോലും ഭയമാണ്, ഇത്തരത്തിൽ ഇങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യം എന്നുള്ളത്. അവിടെ നിയമനങ്ങളില്ല. എത്ര കൊല്ലമായി നിയമനം നടത്തിയിട്ട് ഡോക്ടേഴ്സ് ഉണ്ടോ, നേഴ്സസ് ഉണ്ടോ? ശരിക്കും ദുരിതമായിട്ടുള്ള അവസ്ഥയിലാണ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ. ഈ 10 വർഷം ഇവർ ഭരിച്ച് വീണ ജോർജ് വന്ന് എന്താണ് അവരുണ്ടോ? മന്ത്രി ഇടയ്ക്ക് ഓസ്ട്രേലിയയിൽ വിത്ത് ഫാമിലിയായിട്ട് ഔദ്യോഗിക വിസിറ്റിങ്ങിനൊക്കെ പോയത്. ഔദ്യോഗിക വിസിറ്റിങ്ങിന് വിത്ത് ഫാമിലി പോയിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞത്. ഇങ്ങ് തിരിച്ചെത്തിയോ എന്നുള്ള അറിയില്ല. ഈ 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒന്ന്, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കും. സാറേ ഇനി അത് പറയല്ലേ. 2, കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യം അത് നിലനിർത്തും. ഇത് 2 പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ പറച്ചിലൊക്കെ ഇങ്ങനെ തന്നെ അവസാനിച്ചു എന്നുള്ളതാണ്. ഇവരിതിൻ്റെ പേരിൽ വീമ്പിളക്കുകയും PR വർക്ക് നടത്തി വിദേശങ്ങളിലൊക്കെ തന്നെ ശൈലജ ഉൾപ്പെടെയുള്ളവർ പോയി അവാർഡ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലേക്ക് കോവിഡിനെ ഞങ്ങൾ കൊണ്ടുവന്നില്ല, കേരളത്തിൽ ഈ അതിർത്തിയിലൊക്കെ തടഞ്ഞു നിർത്തി, ഇവിടെ കേരളത്തിലേക്ക് മാത്രം കളിയിക്കവളയിലും ഇത് വെച്ചു, ബാരിക്കേഡ് കെട്ടിവെച്ചു, പാലക്കാട് സൈഡിലും അതുവഴി കയറാതിരിക്കാൻ, കാസർഗോഡും ബാരിക്കേഡ് വെച്ചു. പിന്നെ MA ബേബിയുടെ കോവിഡിനെതിരെയുള്ള പ്രസംഗവും കൂടെ ഉണ്ടായിരുന്നു. ഇത് ഇത്രയും കൂടെ ആയപ്പോൾ കേരളത്തിൽ കോവിഡ് വന്നില്ല. അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ ഒരു മാതൃകയുള്ള ഇടമായി കേരളം മാറി എന്ന് പറഞ്ഞ് ശൈലജ നെഹളിക്കുന്നു. ആ നെഹളിപ്പും ആ ക്രെഡിറ്റും പിണറായി വിജയനും ഏറ്റെടുത്തു. 2021 വീണയെ ഇതങ്ങോട്ട് ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ്. അതിനുശേഷം കുത്തഴിഞ്ഞ് കൂത്താടി കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ മെഡിക്കൽ കോളേജിലെ ചില വാർഡുകളുടെ സ്ഥിതി അറിയാവുന്നതാണല്ലോ രഞ്ജിനിക്ക്. കട്ടിലിന് താഴെയും വാഷ്റൂമിനോട് ചേർന്നുമാണ് രോഗികൾ കെട്ടിക്കിടക്കുകയാണ്. ഒരു കാര്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ
ഈ രോഗിയുടെ ഒരു കൂട്ടിരിപ്പുകാരൻ തന്നെ വേണം, എല്ലാറ്റിനും ഓടി നടക്കണം. ഒന്നും അവിടെ ഇല്ല. പുറത്തേക്ക് ഓടണം, എക്സ്റേ എടുക്കണം. എക്സ്റേ എടുക്കണമെങ്കിൽ എവിടെയൊക്കെയാ ഒരു 2-3 കിലോമീറ്റർ നടക്കണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വേറെ ഏതെങ്കിലും ബിൽഡിംഗ്, ഇങ്ങനെ പല ചിന്നിച്ചിതറി കിടക്കും. ഇവർക്ക് തന്നെ അറിയില്ല ഏതൊക്കെയാ എവിടൊക്കെയാ കിടക്കുന്നതെന്ന്. ഒരു കാഷ്വാലിറ്റി വരുമ്പോൾ അടുത്തടുത്ത് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ ശരാശരി ഒരു മനുഷ്യൻ ലോജിക്കായിട്ട് ചിന്തിച്ചാൽ അറേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊക്കെ ജനറൽ വാർഡിൻ്റെ എണ്ണം കൂട്ടി നിയമനങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കും. രണ്ടാമത് ഈ ബ്ലഡ്, എക്സ്റേ, CT സ്കാൻ ഇങ്ങനെയൊക്കെയുള്ള അടുത്തടുത്തുള്ള ബിൽഡിങ്ങിൽ കൊണ്ടുവന്ന് അവർ അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഈ കൂട്ടിരിപ്പുകാർക്ക് പെട്ടെന്ന് തന്നെ പോയി അവർക്കത് എടുത്തിട്ട് വരാൻ പറ്റും. ഇത് ഒരിടത്ത് വേറൊരു സ്ഥലമാണ്, വേറൊരിടത്ത് പോയി പലയിടത്തായിട്ടാണ് ഇവർ എഴുതി തരുന്നത്. അപ്പം അങ്ങനെയുള്ള സംഗതികൾ ഓരോ ബിൽഡിങ്ങിനും, ഇപ്പോൾ ജനറൽ വാർഡ് കാഷ്വാലിറ്റി വരുന്നവർക്ക് ഇന്ന ബ്ലഡ് ബാങ്ക്, അപ്പോൾ അത് കുറച്ച് സത്യം പറഞ്ഞാൽ ഇത് പ്രൈവറ്റൈസേഷൻ ആക്കാമോ? നല്ല പാർട്ടികൾ വന്ന് നല്ല അന്തസ്സായിട്ട് നടത്തും. ഈ മെഡിക്കൽ കോളേജിനകത്തൊരു വികസന സമിതി ഉണ്ട് കേട്ടോ. അത് മുമ്പുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നിഷ്പക്ഷമായിട്ടൊക്കെയാണ് അവരെ സെലക്ട് ചെയ്ത് വെക്കുന്നത്. അവർ ഇവിടുത്തെ വേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠനം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഈ പാർട്ടിക്കാരുടെ തന്നെയാണ്. അത്തരത്തിലുള്ള നീക്കമാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് വെളിപ്പാട് അകലെയാണ് മെഡിക്കൽ കോളേജ്. ഇവിടുത്തെ സ്ഥിതി ഇതാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മറ്റ് ജില്ലാ ആശുപത്രികളുടെയും മറ്റു മെഡിക്കൽ കോളേജുകളുടെയും സ്ഥിതി എന്താണ്? ഡോക്ടർ ഹാരിസ് പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള എന്തെല്ലാം അദ്ദേഹം നേരത്തെ അവിടെ ആയിരുന്നല്ലോ. അപ്പൊ ഈ എല്ലാ മെഡിക്കൽ കോളേജിന്റെയും ദുരവസ്ഥ ഇതിപ്പോ തലസ്ഥാനമായിട്ട് ഇങ്ങനെ, അപ്പോൾ മറ്റുള്ള മെഡിക്കൽ കോളേജ് ഇതിലും ദയനീയമായിട്ടുള്ള അവസ്ഥയെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇനി പ്രഗത്ഭന്മാരായിട്ടുള്ള ഡോക്ടർമാരുള്ളതെല്ലാം ഗവൺമെന്റ് സർവീസിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്തുമാത്രം പ്രഗത്ഭ ഡോക്ടേഴ്സ് ഉണ്ടെന്ന് അറിയാമോ? പ്രഗത്ഭന്മാരിൽ വെച്ച് പ്രഗത്ഭരാണുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ഒക്കെ ഇവർ പ്രൊമോട്ട് ചെയ്യും. പലരും ഈ സർക്കാരൊക്കെ തന്നെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുന്ന ഡോക്ടർമാരെന്ന് പറയുന്നത് ചിലർ മാത്രമേ ഉള്ളൂ. മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ള താഴേക്കിടയിലുള്ള ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് വിദേശത്ത് പോയി പൈസ കൊടുത്ത് ഉണ്ടാക്കി വന്ന ഡോക്ടർമാരാണ്. എത്രത്തോളം അതിനകത്ത് നമുക്ക് വിശ്വാസ്യത തന്നെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ പിന്നെ ചൈനയിൽ പോയില്ല, ഡിഗ്രി എടുത്തുകൊണ്ട് വരുന്ന പോലെയാണ് മെഡിക്കൽ ബിരുദം എടുത്തുകൊണ്ട് വരുന്നത്. പോളണ്ടിൽ പോകുന്നുണ്ട്, മറ്റേടത്ത് പോകുന്നു, മറിച്ചയിടത്ത് പോകുന്നു, പൈസ കൊടുക്കും. എത്ര കോടിയാണ്? 1 കോടിയും 2 കോടിയും 3 കോടിയും ഒക്കെ കൊടുത്തിട്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഡോക്ടറെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടാൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു ബ്ലഡ് ടെസ്റ്റോ സ്കാനിങ്ങോ ഒക്കെ അവർ ചെയ്യത്തുള്ളൂ. അവർക്ക് നോക്കുമ്പോൾ അറിയാം, ഒരു രോഗിയുടെ ശരീരം അവർക്ക് പരിശോധിക്കുമ്പോൾ അറിയുമ്പോൾ ഇതെന്താണ്, എന്ത് രോഗമാണ്, അല്ലെ എങ്ങനെയാണ് കൃത്യമായിട്ട് അവർക്കറിയാം. പണ്ടൊക്കെ നാഡീ ചികിത്സ എന്നൊക്കെ പറയട്ടെ, അതുപോലെ ഒരു ഡോക്ടറിന് ഒരു രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കി അവർ വേണ്ടുന്ന ചികിത്സ നൽകും. മറ്റേത് ഇങ്ങോട്ട് നമുക്കൊരു വയറുവേദന എന്ന് പറയുമ്പോൾ നേരെ വിട്ടോ, CT സ്കാൻ, MRI വിട്ടോ, അവിടുന്ന് നമ്മൾ ഇങ്ങ് കുറഞ്ഞത് ഒരു ദിവസം ഡോക്ടറെ കണ്ട് ഇറങ്ങുമ്പോൾ ഒരു 10,000 രൂപ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായിരിക്കും. അപ്പം അവിടുത്തെ ഡോക്ടർമാർക്ക് അറിയില്ല ചികിത്സ. പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ചില ഡോക്ടർമാരുടെ കാര്യം ഞാൻ പറഞ്ഞു, അവർ എല്ലാം മെഷീൻസിനെയാണ് അവർ ആശ്രയിക്കുന്നത്. കാരണം അവർക്ക് സ്വയമേവ ഈ പറഞ്ഞതുപോലെ ഒരു രോഗിയെ പരിശോധിച്ച് ഇത് കണ്ടെത്താനുള്ള ബുദ്ധിയോ ജ്ഞാനോ അവർക്കില്ല. അവരതുകൊണ്ട് എക്യുപ്മെൻറ്റ്സിന് അതിന് ഫെസിലിറ്റിയുള്ള എക്യുപ്മെൻറ്റ്സ് ഉള്ള ഹോസ്പിറ്റലുകളാണ് ഇപ്പം നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയും. എല്ലാത്തിനും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഇപ്പം ഞാൻ ഇന്നാൾ കണ്ടതാണ്, പനി ജസ്റ്റ് ഇങ്ങനെ തെർമോമീറ്റർ മറ്റേ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ എത്ര ടെമ്പറേച്ചറിന് അറിയാം. ഇനി നരമ്പ് കണ്ടുപിടിക്കാൻ, നേഴ്സസിന് നരമ്പ് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമല്ല. മറ്റേ എക്സ്റേ സ്കാൻ പോലുള്ള ഒരു സാധനമുണ്ട്, കൃത്യമായിട്ട് വെയിൻ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് കുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ അവിടെ വളരെ ഫാസ്റ്റായിട്ട് സംഗതി നടക്കും. പക്ഷേ ഈ പണം നന്നായിട്ട് അവിടെ ചിലവഴിക്കണം. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അങ്ങനെയല്ല. ഒരു ഡോക്ടർ നന്നായിട്ട് പഠിച്ച് ഒരു മനുഷ്യൻ്റെ ശരീരം എന്താണ്, എന്ത് രോഗമാണെന്ന് കൃത്യമായിട്ടാണ്. പക്ഷെ അവരുടെ ആ കഴിവിനെ നമ്മുടെ ആരോഗ്യമേഖല കൂടുതൽ പ്രയോജനപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെന്ന് പറയുന്നത് 1-2 ഡോക്ടർമാർ ഒരു ജനറൽ വാർഡിൽ കാണും. 10, 300, 400 പേഷ്യൻസ് ആണ് ഒരു ദിവസം വന്നു പോയി. ഇവർ ആരെയൊക്കെ നോക്കും? ഞാൻ തന്നെ അവിടെ നിന്നപ്പോൾ ആ മെയിൻ ഡോക്ടർക്ക് അറിയില്ല. ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിക്കും ആരെ എന്തെന്ന്. അവരും എത്ര പേഷ്യൻ, അപ്പോൾ അവർ അസിസ്റ്റൻറ്റിനോട് ചോദിക്കുക എന്താണ് വിഷയം. അപ്പോൾ അവർ അവർക്കും അറിയില്ല. ഇത്രയും രോഗികൾ വന്നു പോകല്ലേ, അപ്പോൾ അവർ ബുക്ക് എടുത്ത് ഇന്ന അപ്പോഴാണ് അവർ കാരണം അവർക്ക് തന്നെ അറിയില്ല ഇവർക്ക് എന്ത് മെഡിസിനാണ് കൊടുക്കുന്നത്, അല്ലെ എന്താണ് ചികിത്സ. കാരണം
റുട്ടീന് ഇതായിട്ട് അങ്ങ് പോവുകയാണ്. അവർ തന്നെ അന്താളിച്ച് നിന്ന് എന്തൊക്കെയോ മെഡിസിൻസ് ഒക്കെ എഴുതി എന്തൊക്കെയോ രീതിയിൽ അങ്ങ് പോവുകയാണ്. ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, യൂറിനിൽ ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യൻ കിടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളാണ്. അത് അദ്ദേഹത്തിൻ്റെ കാല് പഴുത്ത് പൊട്ടി അതങ്ങനെ കിടക്കുകയാണ്. ആക്സിഡൻറ്റ് വന്ന കേസുകൾ മഴയത്ത് വെളിയിൽ സ്ട്രെച്ചറിനകത്ത് കിടക്കുകയാണ്. അത് ക്രിട്ടിക്കൽസ് അതൊന്ന് ഡ്രസ്സ് ചെയ്ത് മാത്രം വെച്ചിട്ടുണ്ട്, അല്ലാതെ അതിൻ്റെ കൂടുതൽ ഇതോ ഒന്നും നമുക്ക്. അപ്പം ഇങ്ങനെ ഞാൻ ഈ പറയുന്നതല്ല, ഇതിനപ്പുറം ഡെയിലി അവിടെ നടക്കുന്ന കാര്യങ്ങൾ. രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ട്, മരിക്കുന്നവർ മരിക്കുക. ആ മരണത്തിൽ പോലും എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, എന്തെങ്കിലും മരുന്ന് മാറി കുത്തിയോ, ഒന്ന് മരിച്ചാൽ മരിച്ചു, ഓക്കെ, തീർന്നു. പോസ്റ്റ്മോർട്ടം ചെല്ലുന്നു, അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ അറിയാം? പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ പറയോ ഇന്നതാണ് മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥയെന്ന് പറയൂ? ഇല്ല. പോസ്റ്റ്മോർട്ടം ആ കുഴപ്പമില്ല, രോഗി ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ വന്നു പോയി. ഇത് മനുഷ്യൻ്റെ ജീവന് വിലയില്ലാത്ത രീതിയിലാണ് അവിടെ. ഇതിനകത്ത് ഡോക്ടർ ഹാരിസ് അദ്ദേഹം ഇട്ട ഒരു കുറിപ്പിനകത്ത് ഒരു സെൻറ്റൻസ് ഉണ്ട് കേട്ടോ. അദ്ദേഹം പറയുകയാണ്, പല രോഗികളും പണം പിരിച്ചെടുത്ത് ഉപകരണങ്ങൾ വാങ്ങിത്തരുന്നത് കൊണ്ടാണ് കുറേയെങ്കിലും ശസ്ത്രക്രിയകളും ചികിത്സയും നടക്കുന്നത്. പിന്നെ സാധാരണ ജനങ്ങളുടെ ആശ്രയവും അത്താണിയുമായിട്ടാണ് ഞാൻ പഠിച്ച് വളർന്ന് ഇന്ന് ജോലി ചെയ്യുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അദ്ദേഹം പഠിച്ച ഇടം കൂടിയാണ്. നമ്മുടെ നികുതി പണം എടുത്താണ് ഇവരൊക്കെ പഠിച്ചു വന്നത്. ഉപകരണങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ഈ യൂറോളജി വിഭാഗത്തിൽ മാത്രമല്ല, ഈ ഓർത്തോ വിഭാഗങ്ങളിലെ ഉപകരണങ്ങൾ പലതും തൊട്ടടുത്ത് ഒരുപാട് മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. ഒരു മെഡിക്കൽ കോളേജിന്റെ തൊട്ട് ഫ്രണ്ടിൽ എന്തിനാണ് ഇത്രയും മെഡിക്കൽ സ്റ്റോറുകൾ? അതൊരു വലിയ മാഫിയ സംഘം തന്നെയാണ്. ഇവിടെ ഉപകരണം ഉണ്ടെങ്കിൽ പോലും പല ഡോക്ടേഴ്സ്, ഇദ്ദേഹത്തിനെ പോലെ നല്ല ഡോക്ടർമാരുണ്ട്, സൂപ്രണ്ടുമാർ, ഇവർ ഉപകരണം വാങ്ങിക്കത്തില്ല. കാരണം എന്താ? മറ്റവരുടെ കച്ചവടം ഇത് ചെയ്യാൻ വേണ്ടി 20,000-15,000 രൂപയാണ് ഒരു ഈ ഓർത്തോയുടെയൊക്കെ ഉപകരണങ്ങൾക്ക് വേണ്ടുന്ന, അതിനകത്ത് ഇടുന്ന സാധനങ്ങൾക്കൊക്കെ വേണ്ടുന്ന സംഗതി. ഒരു കിറ്റായിട്ടാണ് ഇത്. അവിടുന്ന് നമ്മൾ 15,000 രൂപയ്ക്ക് വാങ്ങിക്കുന്നു, ഇത് നമ്മൾ ഡോക്ടറെ കൊണ്ട് കൊടുക്കുന്നു, അവർ ഈ ഇത് ചെയ്യുന്നു, അവർ സ്റ്റെറിലൈസ് ചെയ്യുന്നു, തിരിച്ച് വീണ്ടും എവിടെ കൊടുക്കുന്നു? ഈ മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കുന്നു. കാരണം ഇതിലെ എല്ലാ ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിക്കത്തില്ല, ഒരു കിറ്റായിട്ടാണ് തരുന്നത്. ഇത് അകത്തേക്ക് കൊണ്ടുവന്ന് രോഗിക്ക് ആവശ്യമുള്ള 2 നട്ടോ ബോൾട്ടോ ഇടുന്നു, ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി അവർ സ്റ്റെറിലൈസ് ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുപോകുന്നു, അടുത്ത രോഗി ചെല്ലുന്നു. ഇതൊരു മാഫിയാണ് അവിടെ. ചില ഉപകരണങ്ങൾ വീണ്ടും റിപ്പീറ്റ്, ഈ സർജറി ബ്ലേഡൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ അവിടെ കൊണ്ടു കൊടുക്കുന്നു, അവർ സ്റ്റെറിലൈസ് ചെയ്യുന്നു, പുറം വഴി കൂടെ ഇതിൻ്റെ ആൾക്കാരെന്ത് ചെയ്യുന്നു? തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇത് കമ്മീഷനുണ്ട്. ഒരു സെന്റൻസ് കൂടെ ചോദിക്കുന്നുണ്ട്, അതാണ് നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നത്. അപ്പം ഇതിനോടൊക്കെ തന്നെ നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്ന് ആണ് ചോദിക്കുന്നത്.